അങ്ങനെ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് മലപ്പുറത്തേക്ക് പോകുകയും വേണം. ഒറ്റയ്ക്കാണെങ്കിൽ പാതി വഴിയിൽ കിടക്കുവാണ്. മറന്നു വെച്ച സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഓടിപ്പിടിച്ച് നേരെ കടയിലേക്ക് ഒഴിവാക്കാനും പറ്റൂല. ഗിഫ്റ്റിന്റെ മെയിൻ പാർട്ട് 1.5 മണിക്കൂറുണ്ട് ഈ ഷോപ്പിൽ. ഞാൻ ഇറങ്ങാന്ന് കണ്ടപ്പോ എന്റെ ഉമ്മയും ചാടിപ്പിടിച്ച് കൂടെ. മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ പെരുന്നാൾ ഡ്രസ് എടുത്തിട്ട് അതിന് ഷാൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ടൗൺ വരെ വന്നതല്ലേ എന്ന് കരുതിയിട്ട് സമയമില്ല സമയത്ത് നമ്മൾ പോയി ഷോൾ പെരുന്നാളിന്റെ മൂർധന്യാവസ്ഥയിലായതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. കൂട്ടി വന്നപ്പോഴേ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും വള്ളി കിട്ടും. പറഞ്ഞ മാതിരി തന്നെ കാണുന്ന കടയിലും കാണാത്ത കടയിലൊക്കെ ഉമ്മ പിടിച്ചു നിർത്തി ഓരോ സാധനങ്ങൾ വാങ്ങാറുണ്ട്. 1 മണിക്കൂറിൽ തീരേണ്ട പരിപാടി 3 മണിക്കൂറിലാക്കി എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞ സമാധാനമല്ല ഇനിയെങ്കിലും വീട്ടിൽ പോകാലോന്ന് ആലോചിച്ച് ഉമ്മന്റെ അടുത്ത വള്ളിയും കൊണ്ടുപോയി. ഇച്ചിരി സാധനം വാങ്ങാണ്ട് എനിക്ക് ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കയറണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഒരു 3 മണിക്കൂർ അവിടെ തന്നെയാണ്. നമ്മൾ ബില്ലടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടേ. കാരണം എന്റെ വർക്കൊക്കെ അവിടെ പെൻഡിങ്ങിലായിരുന്നു. അപ്പൊ നമ്മൾ നേരെ വീട്ടിൽ ചെന്ന് ബാക്കി പണിയൊക്കെ പൂർത്തിയാക്കിയേ. അപ്പത്തിന് സമയം 5:30 ആയിട്ടുണ്ടായിരുന്നു. എനിക്കാണെന്നുണ്ടെങ്കിൽ ഓഫീസിൽ പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് രാത്രി കൊണ്ടുപോകാനുള്ള ഏകദേശം വർക്കൊക്കെ എന്നെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരത്തെ ട്രെയിനിൽ മലപ്പുറത്തേക്ക് പോകാനിരുന്നതാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ നാളെ പെരുന്നാളാണെന്ന് ന്യൂസിൽ കണ്ടു. നമ്മൾ കസ്റ്റമറിനെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോ പെരുന്നാളിന് ശേഷം വെച്ചാൽ മതി എന്ന് അവർ പറഞ്ഞു. അവരങ്ങനെ പറഞ്ഞെങ്കിൽ കൂടി എനിക്കൊരു സമാധാനമായിട്ടുണ്ടായിരുന്നു.